കാനഡയിലുള്ള ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ നയിക്കപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷം. അവിടെ ധ്യാനം തുടങ്ങാൻ പോവുകയാണ്. ധ്യാനം തുടങ്ങുന്ന ആദ്യ നിമിഷങ്ങളിൽ ആ കൺവെൻഷന് വന്നിരിക്കുന്നവരിൽ ഒരു ചെറുപ്പക്കാരനെ അച്ഛൻ ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ ചെവിയിൽ വലിയൊരു വള തൂക്കിയിട്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിൽ എന്തോ ഒരു സാധനം പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ശരീരത്തിൽ നോക്കുമ്പോൾ ശരീരം മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് രാജാ രവിവർമ്മ ചിത്രകാരൻ്റെ ഭവനത്തിൽ ചെന്നാൽ ആ ഭിത്തിയിലെല്ലാം വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ശരീരം മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. കാരണം ദൈവവചന ലംഘനങ്ങളാണ് ആ ശരീരത്തിൽ നടത്തിയിരിക്കുന്നത്. വിശുദ്ധ ലിഖിതം ലേവ്യരുടെ പുസ്തകത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പച്ച കുത്തരുത്. എന്നാൽ ഈ ശരീരം മുഴുവൻ പച്ച കുത്തി ഈ ശരീരം മുഴുവൻ അശുദ്ധമാക്കിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ അവിടെ ആ ലീഡേഴ്സിനോട് സംസാരിച്ച്, ആ ലീഡേഴ്സ് ചിലർ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ചെറുപ്പക്കാരാ, ഈ ചെയ്തിരിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് റോങ്, ഇത് തെറ്റ്. ഉടനെ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇത് തെറ്റാണെന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉടനെ ഈ ലീഡേഴ്സിൽ ചിലർ അവർ ബൈബിൾ തുറന്ന് ബൈബിളിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ 1 by 1 ആയി എടുത്ത് ഈ ചെറുപ്പക്കാരനെ കാണിച്ചു. അദ്ദേഹം ഒരു കനേഡിയൻ സിറ്റിസണാണ്. അദ്ദേഹം ഈ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ വചനങ്ങൾ 1 by 1 ആയി ഈ ചെറുപ്പക്കാരൻ വായിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ 2 കണ്ണുകൾ നനയുന്ന രംഗമാണ് കാണുന്നത്. അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ ലീഡേഴ്സിനോട് പറയുകയാണ്, നിങ്ങളാണ് ഈ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇത് തെറ്റാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് 24 വയസ്സ് പ്രായമുണ്ട്. ഈ 24 വയസ്സ് വരെ ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിട്ട് ഇത് തെറ്റാണെന്ന് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് എന്നോട് ഇത് തെറ്റാണെന്ന് പറയണത്. ഐ ആം സോറി എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ ചെവിയിൽ നിന്ന് ആ വളയെ കഴിച്ചു മാറ്റുകയാണ്. ആ മൂക്കത്ത് നിന്ന് ആ ഫിറ്റിങ്സ് എല്ലാം എടുത്തു മാറ്റുകയാണ്. ശരീരത്തിൽ പച്ചകുത്തിയ കാര്യം തുറന്ന് അതിന് ലജ്ജ തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഹൃദയം അനുതാപപൂരിതമാവുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അനുതാപ കണ്ണുനീരാൽ കുതിരുകയും ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്ന് കാണുകയാണ്. നോക്കുക, 5 മിനിറ്റ് നേരം ഒരു ലീഡർ തനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപ അനുസരിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു സഹോദരനോട് പഠിപ്പിച്ചപ്പോൾ ആ സഹോദരനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അഗ്നി പോലെ തീവ്രവും പാറയെ തകർക്കുന്ന കൂടം പോലെ ശക്തവുമായ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ ആ ചെറുപ്പക്കാരിൽ കാലങ്ങളായി പിടിമുറുക്കുന്ന സാത്താൻ കോട്ടകൾ തകർന്ന് തരിപ്പണമാവുകയും ആ ചെറുപ്പക്കാരൻ അനുതാപപൂരിതമാവുകയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ആ വചനം ഞാൻ ഒന്നും കൂടെ പറയാം, ആവർത്തിച്ച് പറയുക. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ 14-ാം തിരുലിഖിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് തിരുസഭ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ദൈവിക കാര്യങ്ങൾ പരസ്പരം പഠിപ്പിക്കണമെന്ന് തിരുലിഖിത പ്രകാരം ഉത്ബോധിപ്പിക്കുന്നത്. തിരുസഭയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് തിരുസഭ മാതാവും ഗുരുനാഥയും എന്നാണ്. തിരുസഭ അമ്മയാണ്, അധ്യാപികയാണ്. തിരുസഭ അധ്യാപിക എന്ന നിലയിൽ തിരുസഭയുടെ ഓരോ തിരുസഭാ ശുശ്രൂഷകർക്കും തിരുസഭാ മക്കൾക്കും പരസ്പരം ഉപദേശിക്കാനും പഠിപ്പിക്കാനും കടമയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരസ്പരം പഠിപ്പിക്കാൻ, ദൈവമക്കളെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ, ദൈവമക്കളെ ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, വിശുദ്ധിയിൽ ഉറപ്പിച്ചു നിർത്താൻ ദൈവാത്മാവിൻ്റെ ശുശ്രൂഷയുടെ അഭിഷേകം നിറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പറയാത്തത് നിമിത്തം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കാത്തത് നിമിത്തം എത്രയോ ആളുകൾ മദ്യപാനത്തിൽ, എത്രയോ ആളുകൾ വിശ്വാസരാഹിത്യത്തിൽ, എത്രയോ ആളുകൾ തിന്മയിലും പാപത്തിലും കിടക്കുന്നു. ദൈവമേ, ഞങ്ങൾ പറയാത്തത് നിമിത്തം, ഞങ്ങൾ പഠിപ്പിക്കാത്തത് നിമിത്തം ഈ ലോകത്ത് നശിച്ചു പോയ ഓരോ ആത്മാക്കളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. ഓ ദൈവമേ, തുടർന്നുള്ള കാലങ്ങളിൽ അങ്ങയുടെ വചനവും അങ്ങയുടെ രാജ്യത്തിന്റെ ദൂതുകളും പഠിപ്പിക്കാനും പ്രഘോഷിക്കാനുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഉണർത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കൃപയുടെ ആത്മാവ് നിറയട്ടെ. പഠിപ്പിക്കാൻ തക്കതായ ശക്തി നൽകുന്ന അഭിഷേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവ് നിറയട്ടെ. ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. വിവേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങൾ 11:14 മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം തിരുലിഖിതം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഓരോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്താണോ, വേദനകൾ എന്താണോ, ആ അന്ധകാരത്തിലേക്കും കണ്ണുനീരിലേക്കും തകർച്ചകളിലേക്കും ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ദൈവമേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. യേശയ്യ 64-1 വാക്യം. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുനീരിലേക്ക് അങ്ങയുടെ കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗക്കിടക്ക് ഇവിടെ ചാടി എഴുന്നേൽക്കട്ടെ. ഓ ദൈവമേ, ബാലികാബാലന്മാരെയും കുഞ്ഞുമക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠന മേഖലയുള്ള ഓരോ ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ സ്തോത്രം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. എൻ്റെ പേര് സീന. ഞാൻ പാലായിക്കടുത്ത് രാമപുരത്തു നിന്ന് വരുന്നു.
എനിക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു, എന്നിട്ടൊന്നും ഭേദമായില്ല. അവസാനം വൈക്കത്തിനടുത്തുള്ള ചെമ്മനാഗിരിയിലെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തലയിലൊരു മുഴയാണ്, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്പം വലുതാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ MRI സ്കാനിങ് നടത്തിയിട്ട് പറഞ്ഞു തലയിലൊരു മുഴുത്ത മുഴയുണ്ട്, അത് ഓപ്പറേഷൻ നടത്തി തന്നെ കളയണം എന്ന് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ എന്നെ 8 ദിവസം അവിടെ കിടത്തി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ഒരാദ്യ വെള്ളിയാഴ്ച എൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേക്കാമെന്ന് അവർ തന്നെ നേരുകയും ചെയ്തു. അങ്ങനെ ഞാൻ 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഇവിടെ എത്തുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ നേർന്നു 3 ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് അടുപ്പിച്ച് ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടാമെന്നും സൗഖ്യം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്നു. അങ്ങനെ 3-ാമത്തെ മാസം ആദ്യ വെള്ളിയാഴ്ച ആയപ്പം ഉച്ചയായപ്പം ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് പറഞ്ഞു തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിന്റെ സമയത്ത് ഇവിടെ അനൗൺസ് ചെയ്തു. അപ്പോഴോ അതെനിക്കായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് 2 മാസത്തേന് ഇങ്ങോട്ട് വരുവാനായിട്ട് സാധിച്ചില്ല. അപ്പം വീണ്ടും തലവേദന കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും വീണ്ടും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ വളരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ MRI സ്കാൻ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും MRI സ്കാൻ എടുത്തുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ ചുരുങ്ങിപ്പോയതായിട്ട് കാണുന്നു. വീണ്ടും MRI സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ നേരത്തെ ഉണ്ടായിരുന്ന മുഴുത്ത മുഴ ചുരുങ്ങിപ്പോയതായി ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് രണ്ടും അവിടുന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ. നേരത്തെ MRI സ്കാൻ ചെയ്തപ്പോൾ തലയൊരു മുഴ, അത് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അതിന് നിർദ്ദേശം കൊടുത്ത് വിട്ടു. ഈ സഹോദരി സുഹൃത്തുക്കളുടെ പ്രേരണ പ്രകാരം 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച സ്തുതിപ്പിന്റെ സമയത്ത് ഇതാ തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഈ സഹോദരി അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്.